നമസ്കാരം. TCV പ്രൈം ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് 10,905 പേർക്ക് കോവിഡ്. പരിശോധിച്ചത് 1,03,996 സാമ്പിളുകൾ. DPR 10.49%. 62 മരണങ്ങൾ കൂടി സ്ഥിരീകരിച്ചു. ആകെ മരണസംഖ്യ 12,879. 12,351 പേർ രോഗമുക്തി നേടി. മലപ്പുറത്ത് രോഗികളുടെ എണ്ണവും DPR-ഉം കുറഞ്ഞു. 1,103 പേർക്ക് രോഗബാധ. DPR 11.22%. 1,290 പേർക്ക് രോഗമുക്തി. ആകെ മരണസംഖ്യ 1,124. തിരൂരിൽ പ്രവർത്തനം ആരംഭിച്ച ജില്ലാ ഫോറൻസിക് ലാബ് ഉദ്ഘാടന ചടങ്ങിൽ തിരൂരിലെ MLA അവഗണിച്ചതായി മുസ്ലിം ലീഗ്. ലഹരിമുക്ത നാടിനു വേണ്ടി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഒന്നിച്ചിറങ്ങി പ്രവർത്തിക്കണമെന്ന് സുജാത വർമ്മ. ലഹരിക്കെതിരെ പ്രതിരോധ മതിൽ തീർത്ത് ലഹരി വിരുദ്ധ ജനകീയ സമിതി കാവഞ്ചേരി. തലക്കെടുത്തൂർ പൊന്മുണ്ട റോഡിന്റെ നവീകരണ പ്രവർത്തികൾ പുരോഗമിക്കുന്നു. 7 കോടി രൂപ ചെലവിലാണ് റോഡ് വീതി കൂട്ടുന്നതടക്കമുള്ള പ്രവർത്തികൾ നടക്കുന്നത്. കോവിഡ് അതിജീവനത്തിന് മത്സ്യകൃഷിയുമായി പ്രവാസികൾ. സംസ്ഥാന സർക്കാരിന്റെ സുഭിക്ഷ കേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തി വീട്ടുവളപ്പിലെ 10 സെന്റോളം ഭൂമിയിലാണ് പടുതാക്കുളം മത്സ്യകൃഷി ആരംഭിച്ചത്. വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണം കുറഞ്ഞു. 10,905 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 24 മണിക്കൂറിനിടെ 1,03,996 സാമ്പിളുകളാണ് പരിശോധിച്ചത്. DPR 10.49%. 62 മരണങ്ങൾ കൂടി സ്ഥിരീകരിച്ചു. ആകെ മരണസംഖ്യ 12,879. 12,351 പേർ രോഗമുക്തി നേടി. സംസ്ഥാനത്ത് കോവിഡ് ബാധിതരാകുന്നവരുടെ പ്രതിദിന എണ്ണത്തിൽ നേരിയ കുറവുണ്ട്. പുതുതായി 10,905 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഏറ്റവും കൂടുതൽ രോഗികളുള്ളത് തിരുവനന്തപുരത്തും ഏറ്റവും കുറവ് രോഗികളുള്ളത് വയനാട് ജില്ലയിലുമാണ്. 1,401 പേർക്കാണ് തിരുവനന്തപുരം ജില്ലയിൽ രോഗബാധയുണ്ടായത്. വയനാട് ജില്ലയിൽ 246 പേർക്ക് രോഗബാധയുണ്ടായി. 24 മണിക്കൂറിനിടെ 1,03,996 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 10.49%. പ്രതിദിനം മരണപ്പെടുന്നവരുടെ എണ്ണത്തിലും ഇന്ന് നേരിയ കുറവുണ്ടായി. 62 മരണങ്ങളാണ് പുതുതായി കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണസംഖ്യ 12,879 ആയി. 10,236 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 566 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 53 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നെത്തിയവരാണ്. 50 ആരോഗ്യ പ്രവർത്തകർക്കും രോഗം ബാധിച്ചു. അതേസമയം രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 12,351 പേർ രോഗമുക്തി നേടി. ഇതോടെ 99,591 പേരാണ് നിലവിൽ രോഗം സ്ഥിരീകരിച്ചതിന് ചികിത്സയിലുള്ളത്. 27,75,967 പേർ ഇതുവരെ കോവിഡിൽ നിന്നും മുക്തി നേടി. മലപ്പുറത്ത് രോഗികളുടെ എണ്ണവും DPR-ഉം കുറഞ്ഞു. ജില്ലയിൽ 1,103 പേർക്ക് രോഗബാധ. സമ്പർക്കത്തിലൂടെ 1,073 പേർ രോഗികളായി. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 11.22% കുറഞ്ഞു. 1,290 പേർക്ക് രോഗമുക്തിയുണ്ടായി. ജില്ലയിൽ ഇതുവരെ 1,124 പേരാണ് കോവിഡ് ബാധിതരായി മരണപ്പെട്ടത്. ജില്ലയിൽ പ്രതിദിന രോഗബാധിതരുടെ എണ്ണവും TPR-ഉം നേരിയ നിലയിൽ കുറഞ്ഞിട്ടുണ്ട്. മലപ്പുറത്ത് ഞായറാഴ്ച കോവിഡ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 11.22% രേഖപ്പെടുത്തിയതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ K. സക്കീന അറിയിച്ചു. 1,103 പേർക്കാണ് കോവിഡ് ബാധ സ്ഥിരീകരിച്ചത്. 1,073 പേർ രോഗികളുമായി നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെയാണ് രോഗബാധിതരായത്. 13 പേരുടെ രോഗ ഉറവിടം കണ്ടെത്താനായിട്ടില്ല. ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാൾക്കും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ 16 പേർക്കും രോഗബാധയുണ്ടായി. 1,290 പേരാണ് രോഗമുക്തരായത്. ഇതോടെ രോഗമുക്തി നേടിയവരുടെ എണ്ണം 3,19,503 ആയതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. 30,766 പേർ ജില്ലയിൽ ഇപ്പോൾ നിരീക്ഷണത്തിൽ കഴിയുന്നു. 11,485 പേരാണ് ചികിത്സയിലുള്ളത്. കോവിഡ് പ്രത്യേക ചികിത്സാ കേന്ദ്രങ്ങളായ ആശുപത്രികളിൽ 707 പേരും ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകളിൽ 250 പേരും സെക്കൻഡ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകളിൽ 108 പേരും ചികിത്സയിലുണ്ട്. ഡൊമിസിലിയറി കെയർ സെന്ററുകളിൽ 454 പേരും ശേഷിക്കുന്നവർ വീടുകളിലും മറ്റുമായും നിരീക്ഷണത്തിൽ കഴിയുന്നു. ജില്ലയിൽ ഇതുവരെ 1,124 പേരാണ് കോവിഡ് ബാധിച്ചു മരിച്ചത്. സംസ്ഥാനത്ത് ഇന്നും സമ്പൂർണ്ണ ലോക്ക്ഡൌൺ. അവശ്യ സ്ഥാപന വിഭാഗങ്ങൾ മാത്രമാണ് പ്രവർത്തിച്ചത്. അതേസമയം ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങളിൽ ഇളവ് നൽകേണ്ടതില്ലെന്ന് തീരുമാനിച്ചു. രോഗവ്യാപന തോത് കുറയാത്ത സാഹചര്യത്തിലാണ് തീരുമാനം. നിലവിലെ നിയന്ത്രണങ്ങൾ തന്നെ തുടരാനാണ് തീരുമാനം.
കോവിഡ് രോഗവ്യാപന നിരക്ക് കുറയ്ക്കുന്നതിന്റെ ഭാഗമായാണ് ശനിയും ഞായറും സമ്പൂർണ്ണ ലോക്ക്ഡൌൺ ഏർപ്പെടുത്തിയിട്ടുള്ളത്. അവശ്യ സേവന മേഖലയിലുള്ളവർക്കും ആരോഗ്യ സേവനങ്ങൾക്കും മാത്രമാണ് ഇളവുള്ളത്. സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തില്ല. KSRTC പരിമിതമായ സർവീസുകൾ മാത്രമാണ് നടത്തുന്നത്. ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളും തിങ്കളാഴ്ച മാത്രമേ തുറക്കുകയുള്ളൂ. TPR ഉയർന്ന പ്രദേശങ്ങളിൽ ട്രിപ്പിൾ ലോക്ക്ഡൌൺ തുടരുമെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട്. അതേസമയം ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങളിൽ ഇളവ് നൽകേണ്ടതില്ലെന്ന് സർക്കാർ തീരുമാനിച്ചു. തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന അവലോകന യോഗത്തിലാണ് തീരുമാനം. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 10% കുറയാത്ത പശ്ചാത്തലത്തിലാണ് ഇളവ് നൽകേണ്ടതില്ലെന്ന് തീരുമാനിച്ചത്. നിലവിലെ നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തുന്ന കാര്യം ചർച്ച ചെയ്യാനായിരുന്നു അവലോകന യോഗം ചേർന്നത്. എന്നാൽ TPR കുറയാത്തതിനാൽ കൂടുതൽ ഇളവുകൾ വേണ്ടെന്ന് തീരുമാനിക്കുകയായിരുന്നു. 10% നിന്ന് 5% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കുറയ്ക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. 1.5 മാസത്തോളം സമ്പൂർണ്ണ ലോക്ക്ഡൌൺ ഏർപ്പെടുത്തിയിട്ടും TPR കുറയാത്തത് കാര്യമായ ആശങ്കയുണ്ടാക്കുന്നുവെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. ചൊവ്വാഴ്ച വീണ്ടും അവലോകന യോഗം ചേരും. അന്നത്തെ അവലോകനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും കൂടുതൽ ഇളവുകൾ നൽകുന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാവുക. ഞായറാഴ്ച പ്രാർത്ഥനയ്ക്കായി ചർച്ചുകൾക്ക് ഇളവ് അനുവദിക്കണമെന്ന ആവശ്യം സഭാ നേതൃത്വം നേരത്തെ തന്നെ ഉന്നയിച്ചിരുന്നു. വാരാന്ത്യ ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങൾ നിലനിൽക്കുന്നതിനാൽ ചെറിയ ഇളവുകൾ വേണമെന്നായിരുന്നു ആവശ്യം. എന്നാൽ പള്ളികളിൽ ഇപ്പോൾ ആളുകൾ കൂട്ടത്തോടെ എത്തുന്നത് രോഗതീവ്രത കൂടാനിടയാക്കുമെന്നതിനാൽ കൂടുതൽ ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനകൾ അനുവദിക്കാൻ കഴിയില്ലെന്ന പൊതുവിലയിരുത്തലാണ് അവലോകന യോഗത്തിലുണ്ടായത്. ഹോട്ടലുകളിൽ പാഴ്സൽ അനുവദിക്കില്ല. ഹോം ഡെലിവറി മാത്രമായിരിക്കും അനുവദിക്കുക. ഹോട്ടലുകൾ, റെസ്റ്റോറന്റുകൾ, ബേക്കറികൾ എന്നിവ രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെ മാത്രമേ പ്രവർത്തിക്കാൻ അനുമതിയുള്ളൂ. ഭക്ഷ്യോൽപ്പന്നങ്ങൾ, പലവ്യഞ്ജനം, പഴം, പച്ചക്കറി, പാൽ ബൂത്തുകൾ, മത്സ്യ മാംസ വിൽപ്പനശാലകൾ, കള്ളുഷാപ്പുകൾ എന്നിവ രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെ പ്രവർത്തിക്കാം. നിർമ്മാണ മേഖലയിലുള്ളവർക്ക് കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചു പ്രവർത്തിക്കാം. നിർമ്മാണ പ്രവർത്തനങ്ങളെക്കുറിച്ച് അടുത്ത പോലീസ് സ്റ്റേഷനിൽ മുൻകൂട്ടി അറിയിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ലഹരിമുക്ത നാടിനു വേണ്ടി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഒന്നിച്ചിറങ്ങി പ്രവർത്തിക്കണമെന്ന് സുജാത വർമ്മ അഭിപ്രായപ്പെട്ടു. പറവണ സലഫി സ്കൂളിൽ നടന്ന ഓൺലൈൻ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. വിദ്യാർത്ഥികളായ ഹംദാസ് CM, ഷിഫിൻ ജലീൽ എന്നിവർ ലഹരി വിരുദ്ധ സന്ദേശം നൽകി. ഇന്ന് നാം ഓരോരുത്തരും വളരെയധികം പ്രതികരിക്കുകയും ബോധവൽക്കരണം നടത്തുകയും ചെയ്യേണ്ട ദിവസമാണ്. 1987 മുതൽ ഐക്യരാഷ്ട്രസഭ ജൂൺ 26 ലോക ലഹരി വിരുദ്ധ ദിനമായി ആചരിച്ചു തുടങ്ങിയതും ഇതിനു വേണ്ടി തന്നെയായിരുന്നു. ഇന്ന് നാം നേരിടുന്ന ഏറ്റവും വലിയ ദുരന്തം അത് ലഹരി വസ്തുക്കളുടെ ഉപയോഗം തന്നെയാണ്. ലഹരിമുക്ത നാടിനു വേണ്ടി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും മുന്നിട്ടിറങ്ങണമെന്ന് സംസ്ഥാന മദ്യനിരോധന സമിതി മഹിളാവേദി പ്രസിഡന്റ് സുജാത വർമ്മ പറഞ്ഞു. ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് പറവണ സലഫി സ്കൂളിൽ നടന്ന ഓൺലൈൻ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. നമ്മുടെ രാജ്യം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു സാമൂഹ്യ പ്രശ്നമാണ് ലഹരി വിപത്ത്. വർദ്ധിച്ചു വരുന്ന ലഹരി ഉപഭോഗം എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ടാവും. നമ്മുടെ വ്യക്തിയുടെ ധാർമ്മിക ബോധത്തെ വളരെയധികം നശിപ്പിക്കുന്ന ഒരു വസ്തുവാണ് ലഹരി. നമ്മുടെ പഞ്ചശുദ്ധി നഷ്ടപ്പെടുത്തുന്ന, പഞ്ചധർമ്മങ്ങളെ നശിപ്പിക്കുന്ന, ഇല്ലാതെയാക്കുന്ന മദ്യവും മയക്കുമരുന്നും നമ്മുടെ നാട്ടിൽ ഇത്രത്തോളം പ്രസരിച്ചത് എന്തുകൊണ്ടാണ് എന്നുള്ളത് ഒരുപക്ഷെ പലർക്കും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടാവില്ല. മനസ്സിലാക്കാൻ കഴിയുന്നവർ തന്നെ ബോധപൂർവം മറ്റു പല കാരണങ്ങളും ഇതിന് കാരണമായി ചൂണ്ടിക്കാണിക്കുകയുമാണ്. യഥാർത്ഥത്തിൽ ലഹരിയുടെ വ്യാപനം ഇത്രമാത്രം പ്രസരിച്ചത് നമ്മുടെ നാട്ടിൽ നിർലോഭം മദ്യം കിട്ടാവുന്ന ഒരവസ്ഥ ഉണ്ടാക്കിയെടുത്തത് കൊണ്ടാണ് എന്ന് നിസ്സംശയം പറയാൻ പറ്റും. സമൂഹത്തെ പിന്നോട്ട് തള്ളിവിടുന്ന ലഹരിയുടെ ഉപയോഗത്തിൽ നിന്ന് യുവതലമുറയെ രക്ഷപ്പെടുത്തുന്നതിനുള്ള അടിയന്തര ഇടപെടൽ സമൂഹത്തിന്റെ എല്ലാ മേഖലയിൽ നിന്നും ഉണ്ടാവേണ്ടത് നാടിന്റെ പുരോഗതിക്ക് ആവശ്യമാണെന്നും അവർ പറഞ്ഞു. പരിപാടിയിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ അബ്ദുൽ ഫസൽ, വനിതാ ശിശുക്ഷേമ വകുപ്പ് സൈക്കോ സോഷ്യൽ കൗൺസിലർ ശ്രുതി R എന്നിവർ ക്ലാസുകൾ എടുത്തു. തുടർന്ന് വിദ്യാർത്ഥികളായ ഹംദ CM, ഷെഫിൻ ജലീൽ എന്നിവർ ലഹരി വിരുദ്ധ സന്ദേശം നൽകി. ദിനാചരണത്തിന്റെ ഭാഗമായി പോസ്റ്റർ രചന, വീഡിയോ പ്രസന്റേഷൻ എന്നിവയും സംഘടിപ്പിച്ചു. അധ്യാപകരായ ടി മുനീർ, റസാഖ് പാലോളി, നാസർ TM, ഷിബിൻ, അഞ്ജു തുടങ്ങിയവർ നേതൃത്വം നൽകി. ലഹരിക്കെതിരെ പ്രതിരോധ മതിൽ തീർത്ത് ലഹരി വിരുദ്ധ ജനകീയ സമിതി കാവഞ്ചേരി അങ്ങാടിയിൽ നടന്ന പരിപാടിയിൽ വാർഡ് മെമ്പർ നൂർജഹാൻ മാത്തൂർ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. വർദ്ധിച്ചു വരുന്ന ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിനെതിരെ ലഹരി വിരുദ്ധ ജനകീയ സമിതിയാണ് ലഹരി വിരുദ്ധ ദിനത്തിൽ കാവഞ്ചേരിയിൽ പ്രതിരോധ മതിൽ തീർത്തത്. പ്രദേശത്തെ സൗഹാർദ്ദം നിലനിർത്താനും ലഹരി ഉപയോഗത്തിനെതിരെ ബോധവൽക്കരണം നടത്തുന്നതിനും നാട്ടിലുള്ള യുവാക്കളെ ഉൾപ്പെടുത്തിയുള്ള കൂട്ടായ്മയാണ് ലഹരി വിരുദ്ധ ജനകീയ സമിതി. വാർഡ് മെമ്പർ നൂർജഹാൻ മാത്തൂർ കാവഞ്ചേരി അങ്ങാടിയിൽ സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. സക്കാഫ് തങ്ങൾ, ബാബു മാസ്റ്റർ, ഹംസ EP, ഷിയാബ് കളത്തിൽ എന്നിവർ നേതൃത്വം നൽകി. വാർഡ് തലത്തിൽ ലഹരി ഉപയോഗത്തിനെതിരെ ബോധവൽക്കരണം നടത്തുമെന്ന് വാർഡ് മെമ്പർ പറഞ്ഞു.
ലഹരിയെക്കുറിച്ചുള്ള വസ്തുതകൾ പങ്കുവയ്ക്കൂ, ജീവൻ രക്ഷിക്കൂ എന്ന പ്രമേയത്തിൽ വാണിയന്നൂർ ഷൈൻ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണം സംഘടിപ്പിച്ചു. ലഹരിയെക്കുറിച്ചുള്ള വസ്തുതകൾ പങ്കുവയ്ക്കൂ, ജീവൻ രക്ഷിക്കുന്ന പ്രമേയമുയർത്തിയാണ് വാണിയന്നൂർ ഷൈൻ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണം സംഘടിപ്പിച്ചത്. തുടർന്ന് പ്രവർത്തകർ ലഹരി വിരുദ്ധ സത്യപ്രതിജ്ഞ സംഘടിപ്പിച്ചു. ക്ലബ് ട്രഷറർ സാബിത്ത് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ലഹരി പദാർത്ഥങ്ങൾ സമൂഹത്തെ തകർക്കുന്ന മാരക വിപത്താണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. ലഹരിയോടുള്ള ആസക്തി അത് ഉപയോഗിക്കുന്ന വ്യക്തിയോടൊപ്പം കുടുംബത്തെയും സമൂഹത്തെയും പൂർണ്ണമായും കെ.പി. ഫضലു, വിവ, ഫാറൂഖ്, ഫാസിൽ, ഷിബിലി എന്നിവർ നേതൃത്വം നൽകി. തിരൂരിൽ പ്രവർത്തനം ആരംഭിച്ച ജില്ലാ ഫോറൻസിക് ലാബ് ഉദ്ഘാടന ചടങ്ങിൽ തിരൂരിലെ MLA അവഗണിച്ചതായി മുസ്ലിം ലീഗ്. ഇത് ജനപ്രതിനിധിയോട് കാണിക്കുന്ന അവഗണനയാണെന്നും ഈ ഗവൺമെന്റ് ഏകാധിപത്യ പ്രവണതയിലൂടെ പോകുന്നു എന്നതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണിതെന്നും ലീഗ് നേതാക്കൾ പറഞ്ഞു. തിരൂരിൽ പ്രവർത്തനം ആരംഭിച്ച ജില്ലാ ഫോറൻസിക് ലാബ് ഉദ്ഘാടന ചടങ്ങിൽ തിരൂരിലെ MLA അവഗണിച്ചതായി മുസ്ലിം ലീഗ് നേതാക്കൾ പറഞ്ഞു. നമ്മുടെ തിരൂർ DYSP ഓഫീസിൻ്റെ കോമ്പൗണ്ടിൽ ജില്ലാ ഫോറൻസിക് വിഭാഗത്തിൻ്റെ സയൻസ് ലാബിൻ്റെ ഉദ്ഘാടനം ഇന്നലെ മുഖ്യമന്ത്രി ഓൺലൈൻ ഉദ്ഘാടനം ചെയ്തത് നമ്മളെല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. കേരളത്തിൻ്റെ ഭരണചരിത്രത്തിലെ ഏറ്റവും മോശമായ ഒരു ഏർപ്പാടാണിതെന്ന് പൊതുവെ എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഗതിയാണ്. സാധാരണഗതിയിൽ ഇവിടെയും ഒരു തിരഞ്ഞെടുപ്പ് നടക്കുകയും ഒരു ജനപ്രതിനിധി ഇവിടെയുണ്ട്. മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയാവട്ടെ, മന്ത്രിമാർ പങ്കെടുക്കുന്ന പരിപാടിയാവട്ടെ, ആദ്യമായി ആ പരിപാടിയുടെ എല്ലാ കാര്യത്തിലും ഉണ്ടാവേണ്ടത് സ്ഥലം MLA ആണ്. അത് ആര് ഭരിക്കുമ്പോഴും അങ്ങനെയാണുള്ളത്. ഇത്രയും കാലം എല്ലാ സ്ഥലങ്ങളിലും ഇത് തന്നെയാണ് അതിൻ്റെ ആ രീതിയിലുള്ള ഒരു സംവിധാനം ഉണ്ടായിരുന്നത്. ഒരു ജനപ്രതിനിധിയോട് കാണിക്കുന്ന അവഗണനയാണിതെന്നും ഈ ഗവൺമെന്റ് ഏകാധിപത്യ പ്രവണതയിലൂടെ പോകുന്നു എന്നതിന്റെ അവസാനത്തെ ഉദാഹരണമാണിതെന്നും ലീഗ് നേതാക്കൾ പറഞ്ഞു. ഇന്നലെ വളരെ മോശമായി MLAയോട് കാര്യങ്ങൾ DYSP പരിപാടിയിൽ സംബന്ധിക്കാൻ പറഞ്ഞു. എന്നിട്ട് ഓൺലൈനിലെ പരിപാടിയിൽ അദ്ദേഹം സംബന്ധിച്ചു. മുഖ്യമന്ത്രിയുടെ പ്രസംഗം കഴിഞ്ഞു. ഉടനെ ആ പരിപാടി നന്ദി പറഞ്ഞ് അവസാനിപ്പിച്ചു. ഇങ്ങനെ ഒരു അവഹേളനം ഒരു ജനപ്രതിനിധിയോട് കാണിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലുണ്ടെന്നാണ് പറയുന്നത്. ഈ ഗവൺമെൻറ് വളരെ ഏകാധിപത്യ പ്രവണതയിലൂടെ പോകുന്നു എന്നതിൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു ഉദാഹരണമാണ്. പ്രധാനമന്ത്രിയുടെ മൻ കി ബാത് പരിപാടി തിരൂർ മണ്ഡലത്തിൽ 100ഓളം ബൂത്ത് കേന്ദ്രങ്ങളിൽ പ്രവർത്തകർക്ക് കാണുന്നതിന് സൗകര്യമൊരുക്കി. നേതാക്കളുടെ സാന്നിധ്യത്തിലാണ് പരിപാടി പ്രവർത്തകർ വീക്ഷിച്ചത്. പ്രധാനമന്ത്രിയുടെ മൻ കി ബാത് പരിപാടി തിരൂർ മണ്ഡലത്തിന്റെ 100ഓളം ബൂത്ത് കേന്ദ്രങ്ങളിലാണ് പ്രവർത്തകർക്ക് കാണാൻ സൗകര്യമൊരുക്കിയത്. നേതാക്കളുടെ നേതൃത്വത്തിൽ വീടുകളിലും പാർട്ടി ഓഫീസുകളിലുമാണ് പ്രവർത്തകർ വീക്ഷിച്ചത്. BJP മേഖലാ പ്രസിഡന്റ് വി ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, ജില്ലാ വൈസ് പ്രസിഡന്റ് അനിൽകുമാർ, ജില്ലാ സെക്രട്ടറി മനോജ് പാറശ്ശേരി, മണ്ഡലം പ്രസിഡന്റ് ശശി പരാരമ്പത്ത്, സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ അഡ്വക്കേറ്റ് M. ജയശങ്കർ, നിർമ്മല കുട്ടികൃഷ്ണൻ, K. നന്ദകുമാർ, ന്യൂനപക്ഷ മോർച്ച ജില്ലാ പ്രസിഡന്റ് കള്ളിത്ത് സത്താർ ഹാജി, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ വയ്യാട്ട് ഭരതൻ, സുനിൽ പരിയാപുരം, രാജഗോപാൽ ആദവനാട്, മണ്ഡലം ജനറൽ സെക്രട്ടറി കറുകയിൽ ശശി തുടങ്ങിയവർ മൻ കി ബാത്തിൽ വിവിധ സ്ഥലങ്ങളിൽ പങ്കെടുത്തു. മുഴുവൻ കുട്ടികൾക്കും ഓൺലൈൻ പഠന സൗകര്യമൊരുക്കുന്നതിനായി ആരംഭിച്ച വീടൊരു വിദ്യാലയമാക്കുക എന്ന പദ്ധതി വിജയത്തിലേക്ക്. തിരുവിദ്യാഭ്യാസ ജില്ലയിൽ ഇനി പഠന സൗകര്യമില്ലാത്തത് 200-നടുത്ത് കുട്ടികൾക്ക് മാത്രമാണ്. ജൂലൈ 15ഓടെ മുഴുവൻ കുട്ടികൾക്കും പഠന സൗകര്യമൊരുക്കാൻ കഴിയുമെന്ന് തിരുവിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ അറിയിച്ചു. തിരുവിദ്യാഭ്യാസ ജില്ലയിലെ മുഴുവൻ കുട്ടികൾക്കും ഓൺലൈൻ പഠന സൗകര്യം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച വീടൊരു വിദ്യാലയമാക്കുക പദ്ധതി വിജയത്തിലേക്ക്. തിരുവിദ്യാഭ്യാസ ജില്ലയിൽ 2,03,200 കുട്ടികളാണുള്ളത്. ഇതിൽ ഓൺലൈൻ പഠന സൗകര്യമില്ലാത്ത കുട്ടികളെ അധ്യാപകരുടെയും ജനപ്രതിനിധികളുടെയും സഹായത്തോടെ കണ്ടെത്തിയാണ് മൊബൈൽ ഫോണുകൾ നൽകിയത്. അധ്യാപകരും രക്ഷിതാക്കളും ചേർന്ന് സന്നദ്ധ സംഘടനകളുടെയും മറ്റും സഹായത്തോടെയാണ് പദ്ധതിയിലേക്ക് ആവശ്യമായ സ്മാർട്ട് ഫോണുകൾ കണ്ടെത്തിയത്. എല്ലാവരും ഈ പദ്ധതിയോട് പൂർണ്ണമായും സഹകരിച്ചതായും പൂർണ്ണമായി അർഹതപ്പെട്ടവർക്ക് മാത്രമാണ് ഫോണുകൾ നൽകിയതെന്നും തിരുവിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ രമേഷ് കുമാർ പറഞ്ഞു. ഈ വർഷം കേരളം ഡിജിറ്റൽ വിദ്യാഭ്യാസത്തിൽ നിന്ന് ഓൺലൈൻ വിദ്യാഭ്യാസത്തിലേക്ക് മാറുകയാണ്. തിരൂർ വിദ്യാഭ്യാസ ജില്ലയിൽ അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് തങ്ങളുടെ അധ്യാപകരുടെ പിന്തുണാ സംവിധാനം കൃത്യമായി ലഭിക്കുന്നതിനും തങ്ങളുടെ അധ്യാപകരോട് സംശയ ദൂരീകരണം നടത്തുന്നതിനുമായി നാം വീടൊരു വിദ്യാലയമാക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ അക്കാദമിക് വർഷത്തിലെ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ കുട്ടികളുടെ വീട്ടിലും കുട്ടികൾക്ക് അധ്യാപകരുമായി സംവദിക്കാവുന്ന തരത്തിലുള്ളൊരു ഡിജിറ്റൽ ഡിവൈസ് ഉറപ്പാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി കഴിഞ്ഞ മെയ് 25 മുതൽ ഉള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ച പ്രവർത്തനങ്ങൾ ഇന്ന് ജൂൺ 26 ആയപ്പോഴേക്ക് നമ്മൾ 3/4 ഭാഗവും പൂർത്തിയായിരിക്കുകയാണ്. 2600ഓളം ഡിവൈസസിൻ്റെ ഷോർട്ടേജ് ഉണ്ടായിരുന്ന തിരൂർ വിദ്യാഭ്യാസ ജില്ലയിൽ
അധ്യാപകർ, അതുപോലെ തന്നെ ജനപ്രതിനിധികൾ, മറ്റ് സന്നദ്ധ സംഘടനകൾ, വിവിധ NGOകൾ, അതുപോലെ തന്നെ സംഘടനകൾ, മറ്റ് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ, ജനപ്രതിനിധികൾ എല്ലാവരും കൂടി ഏകോപിപ്പിച്ച് നടക്കുന്ന പ്രവർത്തനത്തിൻ്റെ ഫലമായി ഇപ്പോൾ നിലവിൽ 268 ഡിവൈസുകളുടെ മാത്രം ഷോർട്ടേജാണ് ഇന്നലെ വരെയുള്ള കണക്കിൽ കിട്ടുന്നത്. അത് ഓരോ ദിവസവും കുറഞ്ഞു വന്ന് ഏറ്റവും നമ്മുടെ എല്ലാ മുഴുവൻ കുട്ടികൾക്കും ഈ തരത്തിൽ വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിനുള്ള സക്രിയമായ പ്രവർത്തനമാണ് വിദ്യാഭ്യാസ ജില്ല ഒട്ടാകെ നടക്കുന്നത്. ഡിജിറ്റൽ ഉപകരണങ്ങളില്ലാത്ത കുട്ടികളുടെ ലിസ്റ്റ് സ്കൂൾ തലത്തിൽ തന്നെ ശേഖരിച്ചിരുന്നു. ഇത് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ വാർഡ് തല സമിതികൾ രൂപീകരിച്ച് ഗൃഹസന്ദർശനം നടത്തി യഥാർത്ഥ ആവശ്യക്കാരെ കണ്ടെത്തി ലിസ്റ്റ് കൃത്യമാക്കി. കുട്ടികളിലെ ഡിജിറ്റൽ വിടവ് പരിഹരിക്കാനുള്ള ആസൂത്രണ യോഗങ്ങൾ ജില്ലാ തലത്തിൽ കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാന്റെയും നിയോജക മണ്ഡലാടിസ്ഥാനത്തിൽ അതത് MLA-മാരുടെയും നേതൃത്വത്തിലും ത്രിതല പഞ്ചായത്ത് അധ്യക്ഷന്മാരുടെയും നേതൃത്വത്തിൽ ആസൂത്രണ വിലയിരുത്തൽ യോഗങ്ങൾ നടത്തിയിരുന്നു. ജൂലൈ 15 തിരു വിദ്യാഭ്യാസ ജില്ലയിലെ മുഴുവൻ കുട്ടികൾക്കും ഡിജിറ്റൽ സൗകര്യം ഉപയോഗപ്പെടുത്താനാകുമെന്നും വിദ്യാഭ്യാസ ഓഫീസർ പറഞ്ഞു. ജൂലൈ 15 നമ്മുടെ ഡിജിറ്റൽ ഡിവൈഡ് വിദ്യാഭ്യാസ ജില്ലയിൽ പൂർണ്ണമായും ഒഴിവാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. വിദ്യാഭ്യാസ ജില്ലയിലെ ഒരു ഉപജില്ലയായ കുറ്റിപ്പുറം ഉപജില്ലയിൽ ഇന്നലെ തന്നെ ഡിജിറ്റൽ ഡിവൈഡ് പൂർണ്ണമായും അവസാനിച്ചതായി പ്രഖ്യാപിക്കൽ കഴിഞ്ഞു. അതുപോലെ തന്നെ മറ്റ് തീരദേശ മേഖലകളിൽ കൂടി നമുക്ക് ആ ഒരു സംവിധാനം പൂർണ്ണമായും എത്തിക്കുക എന്നുള്ളൊരു ചെറിയ വെല്ലുവിളി കൂടിയാണ് നമുക്കുള്ളത്. എങ്കിലും ജൂലൈ 15 മറ്റ് സംഘടനകളെല്ലാം ഇതിനോടൊപ്പം നമ്മളോടൊപ്പമുണ്ട്. അവരുടെ എല്ലാം സഹകരണത്തോടു കൂടി അത് സാധിക്കും എന്നുള്ള ശുഭപ്രതീക്ഷയിലാണ് തിരൂർ വിദ്യാഭ്യാസ ജില്ല. വായനാ ദിനത്തിൽ MSF നടത്തിയ വായനാ മത്സരത്തിൽ വിജയികളായ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ജില്ലാ MSF ഉപാധ്യക്ഷൻ കമർ സമാൻ, വളവന്നൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MK മുജീബ് റഹ്മാൻ എന്നിവർ വിദ്യാർത്ഥികൾക്ക് ഉപഹാരവും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. വായനാ ദിനത്തിൽ MSF വാരണാക്കര ഹബീബ് വില്ലേജ് സംഘടിപ്പിച്ച വിവിധ മത്സരങ്ങളിൽ വിജയിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു. വായനാ മത്സരത്തിൽ ഷാന M, ഷഹാന, സിയ ഫാത്തിമ എന്നിവർ യഥാക്രമം 1, 2, 3 സ്ഥാനങ്ങൾ നേടി. ക്വിസ് മത്സരത്തിൽ ആമിന റിദ, ഷഹദ, ഷാന എന്നിവരാണ് മുഴുവൻ മാർക്കും നേടി വിജയികളായത്. ജില്ലാ MSF ഉപാധ്യക്ഷൻ കമറുസമാൻ, വളവന്നൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MK മുജീബ് റഹ്മാൻ എന്നിവർ വിജയികൾക്ക് സർട്ടിഫിക്കറ്റും ഉപഹാരങ്ങളും നൽകി. പങ്കെടുത്ത മുഴുവൻ കുട്ടികൾക്കും പ്രോത്സാഹന സമ്മാനങ്ങളും നൽകി. ഹബീബ് വില്ലേജ് പ്രസിഡന്റ് ഇസ്മായിൽ പറമ്പിൽ, ഷഹീൽ ചമ്പയിൽ, ഗ്രീൻ ചാനൽ UAE പ്രസിഡന്റ് CV ഷമീർ, പ്രോഗ്രാം കോർഡിനേറ്റർ നാസർ ഇടയത്ത്, MSF ഹബീബ് വില്ലേജ് പ്രവർത്തകരായ ബാസിം ഹിലാൽ, അസ്ലം, ഖലീൽ തുടങ്ങിയവർ പങ്കെടുത്തു. വായനയുടെ പുതുവസന്തം രചിച്ച് ചെട്ടിയാംകിണർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ വായനാവാരം സമാപിച്ചു. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അംഗം അരിമ്പ്ര യാസ്മീൻ ഉദ്ഘാടനം ചെയ്തു. ചെട്ടിയാംകിണർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ ഒരാഴ്ചക്കാലം നീണ്ടുനിന്ന പരിപാടിയിൽ അധ്യാപകരും രക്ഷിതാക്കളും കുട്ടികളും ഒരുമിച്ച് വായനയുടെ വാക്കിൻ മഴ തീർത്തു. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അംഗം അരിമ്പ്ര യാസ്മീൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വിവിധ സെഷനുകളായി മലയാളം സർവകലാശാല പ്രൊഫസർ ഡോക്ടർ അനിൽ ചേലാമ്പ്ര, സോമൻ കടലൂർ എന്നിവർ സംബന്ധിച്ചു. രക്ഷിതാക്കളുടെ വായന, വിദ്യാർത്ഥികളുടെ പ്രസംഗ മത്സരങ്ങൾ, ക്വിസ് പ്രോഗ്രാം, ലൈബ്രറി പുസ്തകം രക്ഷിതാക്കൾക്ക് വിതരണം ചെയ്യൽ എന്നിവയും സംഘടിപ്പിച്ചിരുന്നു. വണ്ടി നിന്നതോടെ അതിന്റെ വാതിലുകളിൽ കൂടിയും ജനലുകളിൽ കൂടിയും മനുഷ്യർ ധൃതി പിടിച്ച് പുറത്തു ചാടാൻ തുടങ്ങി. കരിയും പൊടിയും പറ്റി കറുത്ത മനുഷ്യർ. ചിരിയും അമ്പരപ്പും മ്ലാനതയും അവരുടെ മുഖത്ത് ഇടകലർന്നു. ഭാഷയോ ആശയങ്ങളോ ഇല്ലാത്ത ഇരമ്പൽ. സ്വന്തമായി 2500ഓളം പുസ്തകങ്ങളുടെ ലൈബ്രറി ഒരുക്കി പുസ്തകങ്ങളെ നിധി പോലെ സൂക്ഷിക്കുന്ന ഈ വിദ്യാലയത്തിലെ രക്ഷിതാവും ഒടൂർ ഗ്രാമപഞ്ചായത്ത് അംഗവുമായ നോവൽ മുഹമ്മദിനെ വിദ്യാലയം ആദരിച്ചു. പ്രാഥമിക വിദ്യാഭ്യാസം മാത്രമുള്ള നോവൽ മുഹമ്മദിന് വായനയിലെ അദ്ദേഹത്തിന്റെ അഭിരുചി കണ്ട നാട്ടുകാർ നൽകിയ പേരാണ് നോവൽ മുഹമ്മദ് എന്ന. ഇപ്പോൾ വോട്ടർ പട്ടികയിൽ പോലും പേര് നോവൽ മുഹമ്മദ് എന്നാണ്. പുസ്തകങ്ങളെ നിധി പോലെ സൂക്ഷിക്കുന്ന നോവൽ മുഹമ്മദും കുടുംബവും പുതുതലമുറയിൽ വേറിട്ട മാതൃക സൃഷ്ടിക്കുന്നു. PTA പ്രസിഡന്റ് ഷംസുദ്ദീൻ K, ഹെഡ് മിസ്ട്രസ് ഇൻചാർജ് മുബഷിറ K, ഇന്ദു പുതുശ്ശേരി എന്നിവർ ചേർന്നാണ് മുഹമ്മദിന് ഉപഹാരം നൽകിയത്. പ്രിൻസിപ്പൽ സുനിത, സ്റ്റാഫ് സെക്രട്ടറി റസീന, മലയാളം വേദി കൺവീനർ ശ്രീലേഷ്, ഡോക്ടർ സജില എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. താനൂർ ഉപജില്ല കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ KTF കമ്മിറ്റി ആരംഭിക്കുന്ന യൂട്യൂബ് ചാനലിന്റെ ലോഞ്ചിങ്ങും പഞ്ചദിന IT ക്ലാസിന്റെ ഉദ്ഘാടനവും കുറുക്കോളി മൊയ്തീൻ MLA നിർവഹിച്ചു. ഓൺലൈൻ ക്ലാസുകളുടെ സാധ്യതകൾ മാത്രം പ്രതീക്ഷിക്കുന്ന ഈ കാലഘട്ടത്തിൽ KTFന്റെ ഇത്തരം പ്രവർത്തനങ്ങൾ അഭിനന്ദനീയമാണെന്ന് കുറുക്കോളി മൊയ്തീൻ MLA അഭിപ്രായപ്പെട്ടു. നമുക്കറിയാം, ഈ കാലഘട്ടം ലോകമാകെ ഒരു കൈപ്പിടിയിലേക്ക് ഒതുങ്ങുന്നു. അത്രമാത്രം IT രംഗത്ത് വികാസ പരിണാമങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മൾ. ഒരു കാലത്ത് വാർത്തകൾ അറിയാൻ നമ്മൾ പത്രങ്ങളെയാണ് ആശ്രയിച്ചിരുന്നത്. മാധ്യമം എന്ന് പറഞ്ഞാൽ ദിനപത്രങ്ങളായിരുന്നു, അല്ലെങ്കിൽ വീക്കിലിയോ മാസികയോ ഒക്കെ ആയിട്ടുള്ള വിവരം നമുക്ക് എത്തിക്കുവാനുള്ള സംവിധാനം പത്രങ്ങളിലൂടെയാണ് ഉണ്ടായിരുന്നത്. ഇന്നത്
മറ്റു മേഖലയിലേക്ക് കൂടി വ്യാപിച്ചു കഴിഞ്ഞു. ഇലക്ട്രോണിക് മാധ്യമങ്ങൾ ഈ മേഖലയിലേക്ക് ഒരു വലിയ കുതിച്ചുചാട്ടം കണക്കെയാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. ഇലക്ട്രോണിക് മാധ്യമങ്ങളിൽ തന്നെ ആദ്യം നമ്മൾ ദൃശ്യ മാധ്യമങ്ങളിലാണ് നമ്മൾ ശ്രദ്ധ പതിഞ്ഞതും അത്ഭുതത്തോടു കൂടി നമ്മൾ നോക്കിയതും. ഇന്ന് അതിൽ തന്നെ പല തലങ്ങളിലേക്കും വ്യാപിച്ചിരിക്കുകയാണ്. ഇന്ന് സോഷ്യൽ മീഡിയ എന്ന ഒരു സംരംഭം കൂടി നമ്മുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നു. ഇങ്ങനെ 3 തലത്തിലായി ഇന്ന് വാർത്തകൾ പ്രചരിപ്പിക്കുവാനുമുള്ള അവസരങ്ങൾ നമുക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ അതിലേറ്റവും അത്യാധുനികമായിട്ടുള്ള ഒരു സംവിധാനത്തെ നിങ്ങൾ സ്വീകരിക്കുകയും അതുവഴി നമുക്കിടയിൽ പ്രചരിക്കേണ്ട ആവശ്യം വരുന്ന വാർത്തകൾ നമ്മുടെ സഹപ്രവർത്തകന്മാരിലേക്കും അംഗങ്ങളിലേക്കും വേണ്ടി വന്നാൽ പൊതുജനങ്ങളിലേക്കും എത്തിക്കണം എന്ന ഒരു ധാരണയോടുകൂടി ഇങ്ങനെ ഒരു സംരംഭത്തിന് തുടക്കം കുറിക്കുവാൻ നിങ്ങൾ മുന്നോട്ട് വന്നതിലുള്ള സന്തോഷം ഒരിക്കൽ കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് കെ റഹീദ ബി, ഉപജില്ലാ ഭാരവാഹികളായ എൻ അനസ് ബാബു, സി എൻ മുജീബ് റഹ്മാൻ, പി ഷിഹാബ്, എം പി ഷറഫുദ്ദീൻ, ഹസൻ തുടങ്ങിയവർ പങ്കെടുത്തു. KATF-ഉം കുർക്കോളി മൊയ്തീൻ സാഹിബും തമ്മിലുള്ള ബന്ധം അഭേദ്യമാണ്. നമുക്കറിയാം 80-ലെ ഭാഷാ സമരം അറബി അധ്യാപകർക്ക് മറക്കാൻ കഴിയാത്ത ഒരു സംഭവമാണ്. ലോകത്ത് ഒരു ഭാഷയ്ക്ക് വേണ്ടി സമരം നടന്നിട്ടുണ്ടെങ്കിൽ അത് മലപ്പുറത്താണ്. അത് 80-ലാണ് നടന്നത്. ആ സമരത്തിൽ പങ്കെടുക്കുക മാത്രമല്ല, ഓരോ വർഷവും 17-ാം തീയതി വരുമ്പോൾ, റമദാൻ 17 വരുമ്പോഴും ജൂലൈ 30 വരുമ്പോഴുമൊക്കെ അതിനെ അനുസ്മരിപ്പിക്കാൻ സംസ്ഥാനത്തിന് ഉടനീളം നടന്നുകൊണ്ട് ആ ഭാഷാ സമരത്തിൻ്റെ സ്മരണ പുതുക്കുന്ന ഒരു സംസാരം കുർക്കോളി മൊയ്തീൻ സാഹിബിൻ്റേതായിട്ട് പല വേദികളിലും നമ്മൾ കേട്ടിട്ടുണ്ട്. ലൈവായി ആ സംഭവത്തെ, അറബി ഭാഷയും ആ സമരവും മുസ്ലിം ലീഗും KATF-ഉം ഈ സംഭവത്തിൽ ലൈവായി നിന്നു എന്നുള്ള ഒരു സാക്ഷ്യം ഈ കാലഘട്ടത്തിൽ നമുക്ക് തലമുറകൾക്ക് കൈമാറി നൽകിയ പ്രമുഖ വ്യക്തിയാണ് പ്രിയപ്പെട്ട മൊയ്തീൻ സാഹിബ്. തിരൂരിൻ്റെ MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ടതിൽ KATF-ന്റെ സന്തോഷം ഈ സമയം ഞങ്ങൾ ആത്മാർത്ഥമായി അർപ്പിക്കുകയാണ്. ഉപജില്ലയിലെ അധ്യാപകർക്ക് IT രംഗത്ത് പ്രാഗൽഭ്യം നൽകുകയും അവരെ ഈ രംഗത്ത് സ്വയം പര്യാപ്തമാക്കുക എന്ന ലക്ഷ്യത്തിൽ ഊന്നിയാണ് IT പരിശീലനം ഒരുക്കിയിട്ടുള്ളത്. പഠനരംഗത്ത് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഏറെ പ്രയോജനകരമാകുന്ന രീതിയിലാണ് ഉപജില്ലാ കമ്മിറ്റി YouTube ചാനൽ തയ്യാറാക്കിയിട്ടുള്ളത്. തലക്കെടുത്തൂർ പൊന്മണ്ണ റോഡിന് നവീകരണ പ്രവൃത്തികൾ പുരോഗമിക്കുന്നു. 7 കോടി രൂപ ചെലവിലാണ് റോഡ് വീതി കൂട്ടുന്നതടക്കമുള്ള പ്രവൃത്തി നടക്കുന്നത്. നിർമ്മാണം പൂർത്തിയാകുന്നതോടെ തലക്കെടുത്തൂർ വയലത്തൂർ ടൗണുകളിലെ ഗതാഗതക്കുരുക്കിന് ശാശ്വത പരിഹാരമാകും. തിരൂർ മലപ്പുറം റൂട്ടിലെ പ്രധാന റോഡിൽ വാഹന ഗതാഗതം സുഗമമാക്കാൻ വേണ്ടിയാണ് 7 കോടി രൂപ വിനിയോഗിച്ച നവീകരണ പ്രവൃത്തി നടക്കുന്നത്. തലക്കടത്തൂർ വയലത്തൂർ ടൗണുകളിലെ ഗതാഗതക്കുരുക്കിന് ശാശ്വത പരിഹാരമുണ്ടാക്കാൻ ലക്ഷ്യമിട്ടുകൂടിയാണ് തലക്കടത്തൂർ മുതൽ കുറ്റിപ്പാല വരെയുള്ള റോഡ് വീതി കൂട്ടി നവീകരിക്കുന്നത്. 7 ഭാഗമായി തലക്കടത്തൂരിൽ നിന്ന് തുടങ്ങിയ പ്രവൃത്തി പൊന്മുണ്ടം വരെ എത്തിയിട്ടുണ്ട്. റോഡ് നവീകരണത്തിനൊപ്പം നടപ്പാത, അഴുക്കച്ചാൽ എന്നിവയും പുതുക്കി പണിയും. കെട്ടിട ഉടമകൾ സ്വമേധയാ റോഡ് വികസനത്തിനായി സ്ഥലം വിട്ടു നൽകുകയായിരുന്നു. നവീകരണ പ്രവൃത്തി സമയബന്ധിതമായി പൂർത്തീകരിക്കുമെന്ന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ അറിയിച്ചു. തിരൂർ മലപ്പുറം റോഡിലെ തലക്കടത്തൂർ മുതൽ കുറ്റിപ്പാല വരെയുള്ള ഭാഗം 7 കോടി രൂപ ചെലവിൽ നവീകരണങ്ങൾ നടക്കുകയാണ്. ഇതിൽ തലക്കടത്തൂർ അങ്ങാടിയുടെ വികസന പ്രവർത്തനങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ നടന്നു വരികയാണ്. അതോടൊപ്പം തന്നെ വയലത്തൂരിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് നല്ല രീതിയിലുള്ള സഹകരണങ്ങൾ ഇപ്പോൾ നൽകി വരികയാണ്. അവരുടെ സഹകരണം, ആ റോഡ് ഒരു ബൈപ്പാസ് റോഡിലേക്കുള്ള ഒരു കണക്ഷൻ റോഡാണ്. അത് PWDക്ക് വിട്ടുകൊടുത്താൽ നമ്മുടെ വയലത്തൂർ നഗരത്തിലെ ഗതാഗതക്കുരുക്ക് വലിയൊരു അളവോളം നമുക്ക് ഒഴിവാക്കാൻ കഴിയും. അതിന് പഞ്ചായത്ത് സഹകരിക്കുന്നുണ്ട്. അവരുടെ സഹകരണം കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും പെട്ടെന്ന് പൂർത്തീകരിക്കാം. പിന്നെ വയലത്തൂർ അങ്ങാടിയിൽ കച്ചവടക്കാർ ഇപ്പോൾ സഹകരിക്കുന്നു. അതുകൂടി ആകുമ്പോൾ വട്ടത്താണി കുറുക്കോൾ റോഡ് അതിൻ്റെ നവീകരണം നടക്കുകയാണ്. ഏകദേശം 12 കോടി രൂപയാണ് 2 പ്രവൃത്തികൾക്കായി ഇപ്പോൾ മാറ്റിവെച്ചിട്ടുള്ളത്. ഈ റോഡ് കൂടി വരുമ്പോൾ ആ പ്രദേശം ഏറ്റവും സുന്ദരമായിട്ടുള്ള റോഡുകളും സൗകര്യങ്ങളുള്ള ഇടമായി മാറും. വെള്ളം ഒഴുകിപ്പോകാനുള്ള ചാലുകൾ, നടക്കാനുള്ള നടപ്പാതകൾ എല്ലാം നമ്മൾ വിഭാവനം ചെയ്തിട്ടുണ്ട്.
പൊതുമരാമത്ത് നിരത്ത് വിഭാഗത്തിലെ മേൽനോട്ടത്തിലാണ് പ്രവൃത്തി പൂർത്തീകരിക്കുന്നതോടെ തിരൂർ മലപ്പുറം റോഡിൽ വേഗത്തിലുള്ള വാഹന ഗതാഗതത്തിന് സൗകര്യമൊരുക്കും. റോഡിൽ വീതി കുറവായതിനാൽ തലക്കടത്തൂർ വൈലത്തൂർ മേഖലകളിൽ ഗതാഗതക്കുരുക്ക് പതിവാണ്. ഗതാഗതക്കുരുക്ക് കാരണം മലപ്പുറം തിരൂർ റോഡിൽ യാത്ര വൈകുന്നതും നിത്യസംഭവമായിരുന്നു. ഇത് കച്ചവട സ്ഥാപനങ്ങളുടെ നല്ല നിലയിലുള്ള പ്രവർത്തനത്തിനും ബുദ്ധിമുട്ട് സൃഷ്ടിക്കാറുണ്ട്. ഈയൊരു സാഹചര്യത്തിലാണ് 7 കോടി രൂപ ചെലവഴിച്ച റോഡ് വീതി കൂട്ടി നവീകരിക്കാൻ നടപടിയായത്. ഡിവൈഎഫ്ഐ നിറമതൂർ വട്ടക്കിണർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. CPM താനൂർ ഏരിയ സെക്രട്ടറി KT ശശി വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഡിവൈഎഫ്ഐ നിറമതൂർ വട്ടക്കിണർ യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത്. ഏരിയ സെക്രട്ടറി KT ശശി വിതരണോദ്ഘാടനം നിർവഹിച്ചു. കൊറോണ രോഗത്തിൽ അമർന്ന് എരിയുന്ന സമയത്തും കാളാട് വട്ടക്കിണർ പ്രദേശത്തെ കുട്ടികൾക്ക് പഠനത്തിന് ഒരു കൈത്താങ്ങായി മാറുകയാണ് ഡിവൈഎഫ്ഐ. കേരള സംസ്ഥാനത്തും രാജ്യത്തുമാകെ ഡിവൈഎഫ്ഐ ഏറ്റെടുത്തിട്ടുള്ള പ്രവർത്തനങ്ങൾ പ്രശംസനീയമാണ്. അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഈ വട്ടക്കിണർ ഡിവൈഎഫ്ഐ യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ ഈ പഠനോപകരണ വിതരണം ഇവിടെ നടത്തിയിട്ടുള്ളത്. ഇത്തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ ഈ കാലഘട്ടത്തിൽ സാധാരണക്കാരന് ആശ്വാസമേകുന്നതും അതോടൊപ്പം തന്നെ യുവജന പ്രസ്ഥാനം എന്ന രീതിയിലേക്ക് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് ജനനന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നത് അനിവാര്യമാണ്. മാറുന്ന കാലഘട്ടത്തിൽ ജനങ്ങളുടെ കൂടെ എന്നും ഒരു യുവജന ശക്തി ഉണ്ട് എന്ന് അറിയിക്കുന്നത് കൂടിയാണ് ഈ പ്രവർത്തനത്തിലൂടെ ഡിവൈഎഫ്ഐ തെളിയിച്ചിട്ടുള്ളത്. യൂണിറ്റ് സെക്രട്ടറി ഇബ്രാഹിം എന്ന മാനുപ്പ അധ്യക്ഷനായിരുന്നു. ഈ പരിപാടിയിലേക്ക് ഫണ്ട് കണ്ടെത്തുന്നതിന് വേണ്ടി ഡിവൈഎഫ്ഐയുടെ വട്ടക്കിണർ യൂണിറ്റിലെ പ്രവർത്തകർ ഈ യൂണിറ്റ് പരിധിക്കകത്തെ മുഴുവൻ വീടുകളും കയറിയിറങ്ങിക്കൊണ്ട് പാഴ് വസ്തുക്കൾ ശേഖരിച്ച് ആക്രി വസ്തുക്കൾ ശേഖരിച്ച് വിറ്റ് അതിൽ നിന്ന് കിട്ടിയ പണം ഉപയോഗിച്ചാണ് ഇത്തരത്തിലേക്ക് ഒരു പ്രവർത്തനം ഏറ്റെടുത്തിട്ടുള്ളത്. ഈ പ്രവർത്തനം ഏറ്റെടുത്ത ഡിവൈഎഫ്ഐ വട്ടക്കിണർ യൂണിറ്റിലെ മുഴുവൻ സഖാക്കളെയും ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുന്നു. എല്ലാവിധ അഭിവാദ്യങ്ങളും നേരുന്നു. ഡിവൈഎഫ്ഐ താനൂർ ബ്ലോക്ക് കമ്മിറ്റി ട്രഷറർ വിനേഷൻ, മേഖലാ സെക്രട്ടറി ജാഫർ, പ്രസിഡന്റ് ഷംസു, മേഖലാ കമ്മിറ്റി അംഗം ജലീൽ തച്ചാട്ട്, ഷെരീഫ്, സക്കരിയ, ഷാജി, ഹനീഫ, ഫത്തഹ്, ഫാസിൽ, സൗഹീർ, ഇബ്രാഹിംകുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു. സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന വിദ്യാർത്ഥികൾക്ക് കൈത്താങ്ങായി കൈറ്റ്സ് ഫൗണ്ടേഷൻ. ജില്ലയിൽ ഉമീദ് പദ്ധതിക്ക് തുടക്കമായി. കുർക്കോളി മൊയ്തീൻ MLA വിതരണോദ്ഘാടനം നിർവഹിച്ചു. കൈറ്റ്സ് ഫൗണ്ടേഷൻ സംസ്ഥാന തലത്തിൽ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ഉമീദ് പദ്ധതിക്ക് ജില്ലയിൽ തുടക്കമായി. നിയോജകമണ്ഡലം MLA കുർക്കോളി മൊയ്തീൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. കൈറ്റ് ഫൗണ്ടേഷൻ്റെ ആഭിമുഖ്യത്തിൽ കേരളത്തിലെ പരിഷദം മേഖലയിലുള്ള കുട്ടികൾക്കായി സൗജന്യമായി പുസ്തകത്തിൻ്റെ വിതരണം ഇങ്ങനെ ഒരു NGO നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷനായി പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്ന കൈറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ നൽകുന്നു എന്നറിഞ്ഞതിലുള്ള സന്തോഷം ഞാൻ രേഖപ്പെടുത്തുന്നു. മലപ്പുറം ജില്ലയിൽ ധാരാളം കുട്ടികൾക്ക് ഇതിൻ്റെ ഭാഗമായി നൽകുന്നു. അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മമാണ് കൈറ്റിൻ്റെ സമ്മതപ്രകാരം ഞാൻ ഇവിടെ വെച്ച് നിർവഹിച്ചിട്ടുള്ളത്. ചെറുപ്പക്കാരായ നിങ്ങൾ ഇങ്ങനെ ഒരു NGO രൂപീകരിക്കുകയും പാവങ്ങളായ കുട്ടികളെ കണ്ടെത്തി അവരെ സഹായിക്കുവാൻ വേണ്ടി അണ്ണാരക്കണ്ണനും തന്നാരായത് എന്ന് പറയുന്ന പോലെ നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്യാൻ നിങ്ങൾ തുനിയുന്നതിൽ മുന്നോട്ട് വന്നതിലുള്ള സന്തോഷം ഞാൻ രേഖപ്പെടുത്തുകയും ഈ ചെറുപ്പക്കാർക്ക് എല്ലാവർക്കും ഞാൻ എൻ്റെ പ്രത്യേകം സ്നേഹാഭിവാദ്യങ്ങൾ നേരുകയും ചെയ്യുന്നു. അഭിവാദ്യങ്ങൾ. ജയ് ഹിന്ദ്. ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ 80ഓളം കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. കൈറ്റ്സ് ഫൗണ്ടേഷൻ എഡ്യൂക്കേഷൻ കോർ കമ്മിറ്റി അംഗം ഷമീൽ CT, ജില്ലാ ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ സായന്ധന, ഉമീദ് ജില്ലാ കോർഡിനേറ്റർ മാജിദ, വളണ്ടിയർമാരായ ഷഫീഖ്, ഷഹീം, ശ്രീനാഥ്, അനശ്വര കൃഷ്ണ എന്നിവർ നേതൃത്വം നൽകി. ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി കോരങ്ങത്ത് AMLP സ്കൂളിലെ വിദ്യാർത്ഥികൾ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. ലഹരിയോട് നോ പറയാമെന്ന മുദ്രാവാക്യമുയർത്തിയാണ് നിറമതൂർ കോരങ്ങത്ത് AMLP സ്കൂളിലെ വിദ്യാർത്ഥികൾ ലഹരി വിരുദ്ധ ദിനം ആചരിച്ചത്. നമസ്കാരം. ജൂൺ 26 ലഹരി വിരുദ്ധ ദിനമായി നാം ആചരിക്കുന്നു. ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം സമൂഹത്തെയും വ്യക്തിയെയും ഒരുപോലെയാണ് നശിപ്പിക്കുന്നത്.
ആഘോഷവും ആനന്ദവുമായി തുടങ്ങുന്ന ലഹരിയാണ് പിന്നീട് ജീവിതത്തെ നശിപ്പിക്കുന്നത്. വിദ്യാർത്ഥികൾ പോസ്റ്റർ രചന, പ്രസംഗം, ലഹരി വിരുദ്ധ പ്രതിജ്ഞ, ലഹരി വിരുദ്ധ സന്ദേശ നൃത്തം തുടങ്ങിയ പ്രവർത്തനങ്ങളിലൂടെയാണ് ലഹരിക്കെതിരെ ബോധവൽക്കരണം സംഘടിപ്പിച്ചത്. ലഹരി വസ്തുക്കൾ നമ്മുടെ ജീവിതത്തിൻ്റെ നിറം കെടുത്തി ഇരുട്ടിലേക്ക് നയിക്കുന്നവയാണെന്നും ഇവയുടെ സ്കൂൾ ഹെഡ് മിസ്ട്രസ് രാധാമണി, അധ്യാപകരായ ജബ്ബാർ, അനു, സാക്കിർ, നുസ്രത്ത് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. രക്തദാനത്തിൽ മാതൃകയായ യുവാവിന് നാടിന്റെ ആദരം. മാങ്ങാട്രി ഷൗക്കത്ത് അലിയെയാണ് നവയുഗം പ്രവാസി സഖാക്കൾ കൂട്ടായ്മ ആദരിച്ചത്. 43 വയസ്സിനിടെ 52 തവണ രക്തം നൽകിയ മാങ്ങാട്രി ഷൗക്കത്ത് അലിയെയാണ് നവയുഗം പ്രവാസി സഖാക്കൾ കൂട്ടായ്മ ആദരിച്ചത്. താനാളൂർ ഗ്രാമപഞ്ചായത്ത് അംഗം ജസീന ഹാരിസ് ഉപഹാരം നൽകി. പ്രവാസി സഖാക്കൾ കൂട്ടായ്മയുടെ സെക്രട്ടറി സലാം നെല്ലിയാളി പൊന്നാട അണിയിച്ചു ആദരിച്ചു. ചടങ്ങിൽ നവയുഗം പ്രവാസി സഖാക്കൾ കൂട്ടായ്മയുടെ വൈസ് പ്രസിഡന്റ് ഷൗക്കത്ത് മേലേതിൽ, CPM ബ്രാഞ്ച് സെക്രട്ടറി ഹാരിസ് വടക്കിനിടത്ത്, DFI താനാളൂർ മേഖലാ പ്രസിഡന്റ് ജിഷാദ്, നസീർ പുല്ലൂണി തുടങ്ങിയവർ പങ്കെടുത്തു. കോവിഡ് അതിജീവനത്തിന് മത്സ്യകൃഷിയുമായി പ്രവാസികൾ. സംസ്ഥാന സർക്കാരിന്റെ സുഭിക്ഷ കേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തി വീട്ടുവളപ്പിലെ 10 സെന്റോളം ഭൂമിയിലാണ് പടുതാക്കുളം മത്സ്യകൃഷി ആരംഭിച്ചത്. വിളവെടുപ്പുത്സവം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് നെലാഞ്ചേരി ഉദ്ഘാടനം ചെയ്തു. കോവിഡ് കാലത്ത് തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരം തേടി പച്ചാട്രിയിലെ പ്രവാസികളായ തെക്കേ വട്ടിയം വീട്ടിൽ മജീദ്, ദിനേശ് മുതിയേരി എന്നിവർ ആരംഭിച്ച മത്സ്യകൃഷിയാണ് വൻ വിജയമായത്. ഇവർ 6 മാസം മുമ്പ് ആരംഭിച്ച മത്സ്യകൃഷിയാണ് 100 മേനി വിളവ് ലഭിച്ചത്. സംസ്ഥാന സർക്കാരിന്റെ സുഭിക്ഷ കേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തി വീട്ടുവളപ്പിലെ 10 സെന്റോളം ഭൂമിയിലാണ് പടുതാക്കുളം മത്സ്യകൃഷി ആരംഭിച്ചത്. ഓരോരുത്തർക്കും 1,23,000 രൂപയാണ് ഫണ്ട് അനുവദിച്ചിട്ടുള്ളത്. ഇതിൽ 40% സബ്സിഡിയാണ്. 75% പഞ്ചായത്തും 25% ഫിഷറീസ് വകുപ്പുമാണ് നൽകുന്നത്. പഞ്ചായത്തിൽ തന്നെ 10ാമത്തെ മത്സ്യകൃഷി വിളവെടുപ്പാണിത്. 16 കർഷകർക്ക് ഫണ്ട് അനുവദിച്ചെങ്കിലും 13 പേരാണ് നടപ്പിൽ വരുത്താൻ മുന്നോട്ട് വന്നത്. സ്ത്രീകളും മത്സ്യകൃഷിയുമായി മുന്നോട്ട് വരുന്നുണ്ട്. ആസാം വാള എന്ന മത്സ്യമാണ് ഇവിടെ കൃഷി ചെയ്തത്. 6 മാസമാണ് ഇവയുടെ വിളവെടുപ്പ് സമയം. നിരവധി പേരാണ് വിളവെടുപ്പ് ഉത്സവത്തിനെത്തിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് നെല്ലാഞ്ചേരി വിളവെടുപ്പ് ഉത്സവം ഉദ്ഘാടനം ചെയ്തു. ഇതിൻ്റെ ഒരു വിപണന മൂല്യം, അതേപോലെ വിപണന കേന്ദ്രം, ഇത് എങ്ങനെ മാർക്കറ്റ് ചെയ്യാൻ പറ്റും എന്നതിനെപ്പറ്റി കഴിഞ്ഞ ദിവസം ഇതിൻ്റെ കോർഡിനേറ്ററായ ജലീലും ഞങ്ങളൊക്കെ സംസാരിച്ചിരുന്നു. എന്തായാലും ഈ ഒരു മത്സ്യത്തെ വിറ്റഴിക്കുക, അതിനുള്ള മൂല്യം കണ്ടെത്തുക, അതിനുള്ള ഡിമാൻഡ് കണ്ടെത്തുക എന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങൾ എല്ലാവരും ഒന്ന് കൂടി ആലോചിച്ച് അതിന് എങ്ങനെ വിപണി കണ്ടെത്താം എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു തീരുമാനം. അത് വിപണി കണ്ടെത്തി കഴിഞ്ഞാൽ തന്നെയുള്ള ജ്യോതി മെമ്പർ പറഞ്ഞ പോലെ ഇതിനെ ആളുകൾ മുന്നിട്ട് ഇറങ്ങുകയുള്ളൂ. അതല്ലാത്ത പക്ഷം ഇത് തുടങ്ങിക്കഴിഞ്ഞ് കുറേ നമ്മൾ വർക്ക് ചെയ്ത് ആ വർക്കിനൊന്നൊരു ലാഭമില്ലാതെ, ഒരു പ്രതിഫലമില്ലാത്തൊരവസ്ഥയിൽ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പിന്നീട് ഇതിനുള്ള ഈ ഒരു കൃഷിയിലേക്ക് മുന്നിട്ട് വരാൻ ആളുകൾ താല്പര്യപ്പെടില്ല. പഞ്ചായത്ത് അംഗം ജ്യോതി അധ്യക്ഷയായിരുന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി മുല്ലയിൽ, മത്സ്യകൃഷി പ്രൊമോട്ടർ CP ജലീൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം V തങ്കമണി, ബാസു പടിയം, സ്മാസ് മുഹമ്മദ് തുടങ്ങിയവർ സംബന്ധിച്ചു. മത്സ്യകൃഷി വൻ വിജയമാണെന്ന് സംഘാടകർ പറഞ്ഞു. നമ്മളൊരു 8 മാസം മുമ്പാണ് നമ്മൾ ഇവിടെ ഈ മീൻ വളർത്തൽ തുടങ്ങിയിട്ടുള്ളത്. 2 കുളത്തിലായിട്ട് നമ്മൾ ഏകദേശം ഒരു 4500-5000 മീനുകളെ നിക്ഷേപിച്ചു. ഇപ്പോൾ ഏകദേശം 8 മാസം കഴിഞ്ഞു നമ്മളത് വിളവെടുക്കുകയാണ്. ഓക്കെ.
നല്ല മെയിനായിട്ട് നമ്മളെ കർഷകർ നമ്മൾ ഒരുപാട് ഇങ്ങനെ ഇതുമാതിരി ചെയ്യുന്നത് നമ്മൾ കൂടുതൽ കർഷകർ ഇതിലേക്ക് തിരിയുന്നുണ്ട്. മെയിനായിട്ട് ലോക്ക്ഡൗൺ സീസൺ ആയതിൻ്റെ പേരിൽ നമ്മളും വെറുതെ ഒരു രസത്തിന് തുടങ്ങിയതാണ്. നമ്മളിങ്ങനെ വെറുതെ വീട്ടിലിരുന്നപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ഇതിൽ തുടങ്ങിയതാണ്. സഹപ്രവർത്തകരും പ്രവാസികളുമായ ബാബു നെല്ലിക്കത്തറയിൽ, സുബ്രഹ്മണ്യൻ മുതിയേരി എന്നിവരും പിന്തുണ അറിയിച്ച ഇവർക്കൊപ്പം ഉണ്ടായിരുന്നു. മത്സ്യകൃഷിയുടെ മറ്റൊരു സംരംഭമായ ബയോബ്ലോക്കിനും കുളത്തിലെ കരിമീൻ കൃഷിക്കും പഞ്ചായത്തിൽ കർഷകരുണ്ട്. യൂത്ത് കെയർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ശുചീകരണ പ്രവൃത്തി നടത്തി. മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായാണ് പ്രവർത്തകർ ശുചീകരണം നടത്തിയത്. പൊന്മുണ്ടം ഗ്രാമപഞ്ചായത്ത് 3-ാം വാർഡ് യൂത്ത് കെയർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി ശുചീകരണ പ്രവൃത്തി നടത്തിയത്. 3-ാം വാർഡിലെ ആതിർശ്ശേരി കാവപ്പുര റോഡ് ഇരുവശവും കാട് മൂടിയത് വെട്ടിത്തെളിച്ചു. മഹാമാരി സമയത്ത് ഒരുപാട് പ്രവർത്തനവുമായി യൂത്ത് കെയർ പ്രവർത്തകർ സജീവമായിരുന്നു. നിയോജകമണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഹബീബ് ആതിർശ്ശേരി, വാർഡ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് അനീഷ്, റഫീഖ്, ബാദുഷ, ബഷീർ, സുലൈമാൻ, റിഷാദ്, നാദിർ, ഫവാസ്, ജമാൽ, മുംതസിർ, ബഷീർ, ഫായിസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി വയലോരം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ശുചീകരണ പ്രവർത്തികൾ നടത്തി. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് വയലോരം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ശുചീകരണ പ്രവർത്തികൾ നടത്തിയത്. പൊന്മുണ്ടം പഞ്ചായത്തിലെ 15-ാം വാർഡിലാണ് റോഡിന് ഇരുവശമുള്ള പൊന്തക്കാടുകൾ വൃത്തിയാക്കിയത്. വാർഡ് ഹംസക്കുട്ടി, ക്ലബ്ബംഗങ്ങളായ KP സൈനുദ്ദീൻ, ഫഹീം NK, സർഫാസ് KP, സനീർ, മൻസൂർ, റിയാസ്, നിഷാദ്, ഹാഫിസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. വയലാരം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിൻ്റെ ശുചീകരണ പ്രവൃത്തി നടത്തുന്നതിൽ ഏറെ അഭിമാനിക്കുന്നു. ഈ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവൃത്തിയാണ് നമ്മളുടെ ക്ലബിൻ്റെ യുവാക്കൾ രംഗത്തിറങ്ങി സ്വയം ഏറ്റെടുത്തുകൊണ്ട് ഈ പ്രവൃത്തി ഇവിടെ നടത്തുന്നത്. അതിന് അവരെ മുക്തകണ്ഠം പ്രശംസിക്കുന്നു. അതുപോലെ ഇനിയും ഇതുമാതിരിയുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾക്ക് അവർക്ക് നേതൃത്വം നൽകാൻ കഴിയട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. ഉഴൂർ കുറുവട്ടിശ്ശേരിയിൽ പ്രവാസി മെഗാ മാർക്കറ്റ് ജൂലൈ 15 മുതൽ പ്രവർത്തനം ആരംഭിക്കും. ഉഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് യൂസഫ് കൊടിയങ്ങൽ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് മാനേജ്മെന്റ് ഭാരവാഹികൾ അറിയിച്ചു. ജൂലൈ 15-ന് ഉഴൂർ കുറുവട്ടിശ്ശേരിയിൽ പ്രവാസികളുടെ സഹായത്തോടെ മെഗാ മാർക്കറ്റ് ആരംഭിക്കുമെന്ന് തിരു താലൂക്ക് പ്രവാസി സൊസൈറ്റി ഭാരവാഹികൾ അറിയിച്ചു. മെഗാ മാർക്കറ്റിന്റെ ഉദ്ഘാടനം ഉഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് യൂസഫ് കൊടിയങ്ങൽ നിർവഹിക്കും. പ്രവാസികളെ നെഞ്ചോട് ചേർക്കുന്ന, പ്രവാസികളെ അങ്ങേയറ്റം ഉൾക്കൊള്ളുന്ന ഒരു ജനപക്ഷ ഗവൺമെൻറ്റാണ് കേരളം ഭരിക്കുന്നത്. ആരാധ്യനായ നമ്മുടെ മുഖ്യമന്ത്രി പ്രവാസികൾ ഈ നാടിൻ്റെ നട്ടെല്ലാണ് എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഭാരതത്തിൻ്റെ നമ്മളെല്ലാവരും ബഹുമാനിക്കുന്ന ശ്രീ നരേന്ദ്രമോദിജി, അദ്ദേഹവും പ്രവാസികളെ സഹായിക്കാൻ തയ്യാറാണ്. കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും നമ്മുടെ ജില്ലാ പഞ്ചായത്തും അടക്കം പ്രവാസികളെ സംരക്ഷിക്കാൻ വേണ്ടി നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ തൊഴിൽ നഷ്ടപ്പെട്ട നമ്മുടെ പ്രവാസികളെ ഒന്നിപ്പിച്ചുകൊണ്ട് തിരൂർ താലൂക്ക് പ്രവാസി വെൽഫെയർ സൊസൈറ്റി ഒരു പ്രവാസി മെഗാ മാർക്കറ്റ് ആരംഭിക്കുന്നത്. ചടങ്ങിൽ അഷ്കർ കോറാട്, K നാരായണ മാസ്റ്റർ, മറ്റു ജനപ്രതിനിധികളും സാമൂഹ്യ രാഷ്ട്രീയ പ്രമുഖരും പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ഈ മെഗാ മാർക്കറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒഴൂരിൻ്റെ വികസനത്തിന് ഒരു പുതിയ അധ്യായം ഉണ്ടാവുകയാണ്. പിന്നോക്ക പ്രദേശമായ ഒഴൂരിൻ്റെ സാമൂഹിക സാമ്പത്തിക രംഗത്ത് ഈ പ്രവാസി മെഗാ മാർക്കറ്റ് വലിയ കുതിപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ സംരംഭം ഒഴൂരിൻ്റെ വികസനത്തിനൊരു മുതൽക്കൂട്ടായി മാറും. കേവലം വ്യാപാരത്തിനപ്പുറം ഈ ബിസിനസ് നടത്തി കിട്ടുന്ന 1% പണം ഈ നാടിൻ്റെ സാമൂഹിക വികസന രംഗത്തേക്ക് ഉപയോഗപ്പെടുത്താൻ സൊസൈറ്റി ബാധ്യസ്ഥമാണ്. ഈ പൊതുസമൂഹത്തിൻ്റെ, ഈ നാട്ടിലെ സാധാരണക്കാരുടെ മുഴുവൻ പിന്തുണയും ഈ പ്രവാസി മെഗാ മാർക്കറ്റിന് ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. K സുകുമാരൻ, KP ഉണ്ണികൃഷ്ണൻ, ഷാജി M, ശ്രീധരൻ, ഉണ്ണി, KP തുടങ്ങിയവർ സംബന്ധിച്ചു. കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ വിദ്യാർത്ഥികളുടെ ഫീസിൽ 10% കുറവ് വരുത്തി തിരു കോപ്പറേറ്റീവ് കോളേജ്.
കോവിഡ് ലോക്ക്ഡൌണിനെ തുടർന്ന് രക്ഷിതാക്കളുടെ പ്രയാസങ്ങൾ ദൂരീകരിക്കാനാണ് കഴിഞ്ഞ ദിവസം ചേർന്ന കോളേജ് ഭരണസമിതി വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ആശ്വാസകരമായ തീരുമാനമെടുത്തത്. വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വീട്ടിലെത്തിക്കുന്ന പദ്ധതിയും നടത്തിയിരുന്നു. കോളേജ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി ഹംസക്കുട്ടി, വൈസ് പ്രസിഡന്റ് കെ വി പ്രസാദ്, സെക്രട്ടറി കെ പി ഷാജിദ്, ഭരണസമിതി അംഗങ്ങളായ മജീദ് ഇല്ലിക്കൽ, സി യോഗേഷ് എന്നിവർ സംസാരിച്ചു. കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ തിരൂർ കോപ്പറേറ്റീവ് കോളേജ് വിദ്യാർത്ഥികൾക്ക് വിവിധ തരത്തിലുള്ള സൗജന്യങ്ങളും സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തിരൂർ കോപ്പറേറ്റീവ് കോളേജിൽ നിന്നും പുസ്തകവും മറ്റു പഠന സാമഗ്രികളും വഹിച്ചുകൊണ്ടുള്ള പഠന വണ്ടി നിരന്തരമായിട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു കുടുംബത്തിന് അല്ലെങ്കിൽ ഒരു വീട്ടിലുള്ള ആർക്കെങ്കിലും പഠന സാമഗ്രികൾ ആവശ്യമുണ്ടെന്ന് വിവരമറിയിച്ചാൽ ആ പഠന സാമഗ്രികൾ വീട്ടിൽ കൊണ്ടുചെന്ന് കൊടുക്കാനുള്ള സൗകര്യം ഈ കോപ്പറേറ്റീവ് കോളേജ് ഒരുക്കി കഴിഞ്ഞു. അതുപോലെ തന്നെ ഇപ്പൊ ഞങ്ങൾ ആലോചിച്ചിട്ടുള്ളത് വലിയ സാമ്പത്തിക പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സമയമാണ് നാട്ടിലാകെ. അതിന്റെ അടിസ്ഥാനത്തിൽ ഫീസിൽ കോപ്പറേറ്റീവ് കോളേജ് വാങ്ങുന്ന ഫീസിൽ 10% ഇളവ് അനുവദിക്കുന്നതിന് വേണ്ടി ബോർഡ് യോഗം തീരുമാനമെടുത്തിരിക്കുകയാണ്. ഇപ്പോൾ സാധാരണഗതിയിൽ ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ഒരു സെമസ്റ്ററിന് 4000 രൂപയാണ് ഫീസ് അടയ്ക്കേണ്ടത്. അത് 10% കുറച്ച് 3600 രൂപ അടച്ചാൽ മതി. PG സ്റ്റുഡൻസ് ആണെങ്കിൽ അവർ ഒരു സെമസ്റ്ററിന് 5500 രൂപയാണ് ഫീസ്. അതിന്റെ 10% 550 രൂപ കുറച്ച് 4950 രൂപ അടച്ചാൽ മതി. +2 ആണെങ്കിലും ഇയർലി ഫീസ് 6500 ആണ്. അതിന്റെ 10% കുറച്ച് അടച്ചാൽ മതി. അപ്പൊ മൊത്തം ഫീസിൽ 10% ഇളവ് വരുത്താൻ ഈ കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ ഒരു സഹകരണ സ്ഥാപനം എന്നുള്ള നിലയിൽ ജനങ്ങളുടെ താല്പര്യത്തിനൊപ്പം നിൽക്കുന്ന ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയിൽ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രി ഡയാലിസിസ് സെന്ററിനകത്ത് പാമ്പ്. കൊടും വിഷമുള്ള പാമ്പിനെയാണ് കണ്ടെത്തിയത്. സംഭവ സമയം 10ഓളം രോഗികൾ ഡയാലിസിസ് ചെയ്യാനായി എത്തിയിരുന്നു. തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രി ഡയാലിസിസ് സെന്ററിനകത്തു നിന്നാണ് കൊടും വിഷമുള്ള പാമ്പിനെ കണ്ടെത്തിയത്. രോഗികൾ ഡയാലിസിസിന് വിധേയമായി കൊണ്ടിരിക്കുന്നതിനിടയിലാണ് പാമ്പിനെ കണ്ടത്. കഴിഞ്ഞ ദിവസം രാവിലെയായിരുന്നു സംഭവം. ഡയാലിസിസ് സെന്ററിലെ കട്ടിലിനടിയിലായിരുന്നു പാമ്പുണ്ടായിരുന്നത്. കൊടും വിഷമുള്ള വട്ടക്കൂറ ഇനത്തിൽപ്പെട്ട പാമ്പിനെയാണ് കണ്ടെത്തിയതെന്നാണ് പറയപ്പെടുന്നത്. സംഭവ സമയം 10ഓളം രോഗികൾ ഇവിടെ ഡയാലിസിസ് ചെയ്യുന്നുണ്ടായിരുന്നു. വെള്ളിയാഴ്ച രാവിലെ 7 മണിയോടെയാണ് സംഭവം. 3 ഷിഫ്റ്റുകളിലായി 24ഓളം പേർ ദിവസേന തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസ് ചെയ്യുന്നതിനായി എത്തുന്നുണ്ട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്ത് 10,905 പേർക്ക് കോവിഡ്. പരിശോധിച്ചത് 1,03,996 സാമ്പിളുകൾ. DPR 10.49%. 62 മരണങ്ങൾ കൂടി സ്ഥിരീകരിച്ചു. ആകെ മരണസംഖ്യ 12,879. 12,351 പേർ രോഗമുക്തി നേടി. മലപ്പുറത്ത് രോഗികളുടെ എണ്ണവും DPR-ഉം കുറഞ്ഞു. 1,103 പേർക്ക് രോഗബാധ. DPR 11.22%. 1,290 പേർക്ക് രോഗമുക്തി. ആകെ മരണസംഖ്യ 1,124. തിരൂരിൽ പ്രവർത്തനം ആരംഭിച്ച ജില്ലാ ഫോറൻസിക് ലാബ് ഉദ്ഘാടന ചടങ്ങിൽ തിരൂരിലെ MLA അവഗണിച്ചതായി മുസ്ലിം ലീഗ്. ലഹരിമുക്ത നാടിനു വേണ്ടി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഒന്നിച്ചിറങ്ങി പ്രവർത്തിക്കണമെന്ന് സുജാത വർമ്മ. ലഹരിക്കെതിരെ പ്രതിരോധ മതിൽ തീർത്ത് ലഹരി വിരുദ്ധ ജനകീയ സമിതി കാവഞ്ചേരി. തലക്കടത്തൂർ പൊന്മുണ്ട റോഡിന്റെ നവീകരണ പ്രവർത്തികൾ പുരോഗമിക്കുന്നു. 7 കോടി രൂപ ചെലവിലാണ് റോഡ് വീതി കൂട്ടുന്നതടക്കമുള്ള പ്രവർത്തികൾ നടക്കുന്നത്. കോവിഡ് അതിജീവനത്തിന് മത്സ്യകൃഷിയുമായി പ്രവാസികൾ. സംസ്ഥാന സർക്കാരിന്റെ സുഭിക്ഷ കേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തി വീട്ടുവളപ്പിലെ 10 സെന്റോളം ഭൂമിയിലാണ് പടുതാക്കുളം മത്സ്യകൃഷി ആരംഭിച്ചത്. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.